വയനാട്ടിലേക്ക് വന്നാൽ ചേലക്കരയ്ക്കും പാലക്കാടിനുമുള്ള അത്ര നെഞ്ചെടുപ്പിലല്ല ദീപക് മോഹൻ നിൽക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ക്യാമ്പിന് UDF ക്യാമ്പിന് നെഞ്ചെടുപ്പ് അല്പം കൂടുന്നുണ്ടോ പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട്? ദീപക്, തീർച്ചയായും സുജിയ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വാക്ക് ഓവറാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. അതുതന്നെ സംഭവിക്കും. പക്ഷേ ഈ പ്രിയങ്ക ഗാന്ധിയുടെ കന്യാംഗമായതുകൊണ്ട് തന്നെ വിചാരിച്ച, അതായത് UDF ക്യാമ്പ് പ്രതീക്ഷിച്ചത്ര രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മളന്ന് പോളിംഗ് ശതമാനത്തിന് ശേഷം നമ്മൾ കണ്ടതാണ്, ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് വയനാട്ടിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന 5 ലക്ഷം എന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആദ്യമൊക്കെ അപ്രസക്തമായിരുന്ന രീതിയിലുള്ളൊരു സ്ഥാനാർത്ഥി പ്രചരണമായിരുന്നു BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആദിവാസി മേഖലകൾ അടക്കം വളരെ സജീവമായ രീതിയിൽ LDFും NDAയും പ്രചരണം നടത്തി. കോൺഗ്രസ് അതിനൊത്ത രീതിയിൽ തന്നെയുള്ള പ്രചരണം നടത്തിയെങ്കിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് UDF ക്യാമ്പ് വലിയ ആശങ്കയിൽ തന്നെയാണ് കാണുന്നത്. കാരണം 5 ലക്ഷം എന്നുള്ള കോൺഗ്രസിന്റെ UDFന്റെ പ്രതീക്ഷിച്ചത്ര രീതിയിലുള്ളൊരു ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുള്ള രീതിയിലുള്ള കണക്കുകൂട്ടൽ UDF ക്യാമ്പിനുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഈ NDAയ്ക്കും അതോടൊപ്പം LDFനും വോട്ടുകൾ പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ കുറഞ്ഞില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കും അത്തരത്തിലൊരു വോട്ടിംഗ് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും UDF ക്യാമ്പ് വച്ചു പുലർത്തുന്നുണ്ട്. ഏതായാലും നാളെ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള 1354 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നായി പോൾ ചെയ്ത വോട്ടുകളുടെ വോട്ടെണ്ണലാണ് നാളെ നടക്കുന്നത്. കൽപ്പറ്റയിൽ SKM മാനന്തവും കൽപ്പറ്റയുടെയും നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക. അതോടൊപ്പം കൽപ്പറ്റയിലെ SDM LP സ്കൂളിൽ വോട്ടെണ്ണൽ നടക്കുന്നുണ്ട്. കോഴിക്കോടുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് കൂടത്തായിയിലെ LP സ്കൂളിലാണ്. മാത്രമല്ല ഈ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ എന്നീ 3 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് നമുക്ക് ഓരോ റൗണ്ടും തിരിച്ചുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കാം. ദീപക്, കണക്കൊക്കെ എടുത്തോളൂ. നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളാണ്. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഈ 3 മണ്ഡലങ്ങളിലും ആരാണ് MLA അല്ലെങ്കിൽ വയനാട്ടിൽ ആരാണ് MP എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഭൂരിപക്ഷം എത്രയാണ്, അട്ടിമറികൾ ഉണ്ടായോ, അതൊക്കെ ആകാംക്ഷയുണ്ടാക്കുന്ന ഘടകങ്ങളാണ്.